നമ്മൾ മച്ചിങ്ങ യൂസ് ചെയ്തിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. മച്ചിങ്ങ നന്നായിട്ട് ഇതുപോലെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് എന്ത് ചെയ്യുക, ഓരോ മച്ചിങ്ങ എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ചെറുതായിട്ട് മൂക്കും കണ്ണൊക്കെ വരച്ചെടുക്കാം. വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് മൂക്കും കണ്ണൊക്കെ വരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാർഡ്ബോർഡ് പേപ്പർ എടുക്കുക. കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കണതാണ് നല്ലത്. പേപ്പർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ചെറുതായിട്ട് കൊമ്പുമാരി വരച്ചെടുക്കാം. കൊമ്പുമാരി വരച്ചെടുത്തത് കട്ട് ചെയ്തെടുത്തിട്ട് അത് നന്നായിട്ട് കളറടിച്ച് കൊടുക്കുക. ഞാൻ ബ്ലാക്കും പിങ്കും കൂടിയുള്ള കോമ്പിനേഷനിലാണ് കളറടിച്ച് കൊടുത്തിട്ട് നടുക്ക് പിങ്ക് വരുന്ന രീതിയിലാണ് അടിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ചെറുതായിട്ടൊരു എക്സ്റ്റൻഷൻ കൂടെ വയ്ക്കുക, കാരണം മടക്കാനുള്ള പാകത്തിൽ. അങ്ങനെയാകുമ്പോൾ നമുക്ക് മച്ചിങ്ങനെ മുകളിൽ അത് ഫിറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓരോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത കൊമ്പ്, 2 കൊമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഈ മച്ചിങ്ങ ക്രാഫ്റ്റ് ചെയ്ത് വെച്ച് പെയിൻറ്റ് ചെയ്ത് വെച്ചതിൻ്റെ മുകളിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുക. പിന്നെ മച്ചിങ്ങയ്ക്ക് മൂക്കും ചുണ്ടും കൂടെ വരയ്ക്കാനുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് നമ്മൾ ആ പെയിൻറ്റ് നന്നായി ഉണങ്ങിയതിന് ശേഷം വരച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ മച്ചിങ്ങ അവിടെ റെഡിയാണ്. ഇനി വേണ്ടത് നമുക്ക് സ്റ്റാൻഡാണ് അത് വെക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കാർഡ്ബോർഡ് പേപ്പർ ഒരേ മാതിരിയുള്ള 4 പീസസ് ആക്കിയിട്ട് ഒരേ ലെങ്ത്തിൽ നമ്മൾ ഇതാക്കിയിട്ടിട്ട് അത് എന്നിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു ബോക്സ് മാതിരി ആക്കി വെച്ചിട്ട് നമ്മൾ ടേപ്പ് വെച്ചൊന്ന് ചുറ്റിയെടുക്കുക. ഞാനിവിടെ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടാണ് ചുറ്റിയെടുത്തിരിക്കുന്നത്. ഒരു സത്യം പറഞ്ഞാൽ എളുപ്പപ്പണിയാണ്. മാസ്കിംഗ് ടേപ്പ് ആകുമ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യാനും സുഖമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, വേറെ പരിപാടി ചുറ്റിയെടുക്കുകയും ചെയ്യും. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ. അപ്പോൾ ഇതിന് കുറച്ച് ബലമില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ ഉള്ളിൽ ഒരു പേപ്പറും കൂടെ തിരുക്കി കൊടുത്തിട്ടുണ്ട്, ഒന്ന് ബലത്തിന് വേണ്ടിയിട്ട്. എന്നിട്ടൊരു പിങ്ക് കളറ് ഞാൻ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ട് ഈ ഒരു സ്റ്റാൻഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഈ ഒരു മച്ചിങ്ങേൻ്റെ ക്യൂട്ട് സാധനങ്ങൾ നമ്മൾ ഈ ഒരു സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ 6ഓളം മച്ചിങ്ങകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു സ്റ്റാൻഡിൽ അറേഞ്ച് ചെയ്ത് നിർത്തിയപ്പോൾ കംപ്ലീറ്റായിട്ട് നിൽക്കാൻ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കാണാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തായാലും ഫൈനൽ റിസൾട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയാം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.